ടെസ്ല ബോട്ട് എന്ന ഈ സബ്ജക്റ്റ് ഈ ചാനൽ കവർ ചെയ്യാനുള്ള റീസണാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്ന് ഉടനെ തന്നെ നിങ്ങളോട് പറയാം. അതിനു മുന്നേ ടെസ്ല ബോട്ടിനെ കുറിച്ചും ഈ ഒരു റോബോട്ടിക്സ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണം, എന്നാലേ ഫുൾ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ടെസ്ല ബോട്ട് എന്ന് പറയുന്ന ഈ ഒരു റോബോട്ടിക്സ് പ്രോജക്റ്റ് ഇലോൺ മസ്ക് 2.5 വർഷം മുന്നേ അനൗൺസ് ചെയ്തതാണ്. അന്ന് ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് കാര്യമായിട്ട് ഒത്തിരി പേര് ഇത് എടുത്തില്ല. എക്സ്പെഷ്യലി അദ്ദേഹം അനൗൺസ് ചെയ്ത രീതി, അതായത് ഒരു റോബോട്ടിനെ പ്രസൻറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരാളൊരു റോബോട്ട് സ്യൂട്ടിൽ വന്ന് ഡാൻസ് കളിച്ചിട്ടൊക്കെ പോയി. ഇപ്പോൾ സംഭവം കോമഡി ആയിരിക്കും എന്നാണ് കുറച്ച് പേര് വിചാരിച്ചത്. പിന്നെ എലോൺ മസ്കിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ചില തള്ളുകൾ പറയാറുണ്ട്. അതായത് ഹ്യൂമൻ സൂപ്പർവിഷൻ ഇല്ലാത്ത ഫുള്ളി ഓട്ടോണമസ് ഡ്രൈവിംഗ് വന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പം എത്തി എന്നൊക്കെ രീതിയിൽ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ആ ടെക്നോളജി സ്റ്റിൽ ഇൻ ഡെവലപ്മെൻ്റ് ആണ്, അതുണ്ട്. പക്ഷേ അതിൻ്റെ ഫുൾ ഫോമാറ്റിൽ നമുക്ക് കുറച്ച് നാളും കൂടെ കഴിഞ്ഞാലേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു ഒന്ന് എലോൺ മസ്ക് പറയുന്നുമുണ്ട്. ഈ ടെസ്ല ബോട്ട് എന്ന് പറയുന്നതും ഒരു ഫ്യൂച്ചർ ടെക്നോളജിയാണ്, അത് വന്നേക്കാം, പക്ഷേ കുറച്ച് ടൈം എടുക്കുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ അന്നത്തെ ആ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം ടെസ്ല ടീം പുറത്തുവിട്ടിരിക്കുന്ന അപ്ഡേറ്റുകൾ ഓരോന്നും വളരെ പ്രോമിസിങ് ആയിരുന്നു. ഈ ടെസ്ല ബോട്ടിൻ്റെ ഫസ്റ്റ് ബംബിൾബീ എന്ന വേർഷനിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ഒപ്റ്റിമസിൻ്റെ വേർഷൻ 2 ഒത്തിരിയേറെ പ്രോഗ്രസ്സുകൾ സംഭവിച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി ഈ റോബോട്ടിൻ്റെ ഹാൻഡ്സിലുള്ള സെൻസിറ്റിവിറ്റി, അതുപോലെ തന്നെ ഓവറോൾ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു സംഭവമാണ്. ഈ 2.5 വർഷം കൊണ്ട് ഇവർ അച്ചീവ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലെവൽ ഓഫ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ്. അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോബോട്ട്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വേൾഡ് ലീഡറായിട്ട് നിൽക്കുന്നത് ബോസ്റ്റൺ ഡൈനാമിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇപ്പോൾ ഈ ബോസ്റ്റൺ ഡൈനാമിക്സ് 1983 തുടങ്ങിയ ഡെവലപ്മെൻറ്റ് ഒരു 2013 ആയിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് ഏറെക്കുറെ നമുക്ക് കാണാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓക്കെ ഇതൊരു വർക്കബിൾ മോഡലാണ് എന്നുള്ള രീതിയിൽ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അവർ ആറ്റ്ലസ് റോബോട്ട് 2013 വന്നതിന് ശേഷം ഒത്തിരി ഡെവലപ്മെൻറ്റുകൾ വന്നു. ഇപ്പോൾ ഏറെക്കുറെ ഇത് കൊള്ളാലോ പരിപാടി എന്ന് പറയുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട്. എങ്കിലും ഇത് കൊമേഴ്ഷ്യൽ അല്ല, ഇപ്പോഴും അത് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ് നടക്കുന്നത്. പക്ഷേ എലോൺ മസ്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രോജക്റ്റ് ഓപ്റ്റിമസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ആക്കും എന്നുള്ളതാണ്. അതാണ് 2023 ഇൻവെസ്റ്റർ സബ്മിറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എത്ര യൂണിറ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ ഇച്ചിരി തള്ളായിരുന്നു. 10 ബില്യൺ യൂണിറ്റ്സൊക്കെ ചില സമയത്ത് ഇത് വിറ്റ് പോയേക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇലോൺ മസ്ക് ആയതുകൊണ്ട് ഇത് സംഭവിക്കാനും സാധ്യതയില്ലാതില്ല. എന്തായാലും മാറ്റർ ഓഫ് ഫാക്ട്, മറ്റ് കമ്പനികളൊക്കെ 2-3 ദശകങ്ങളെടുത്ത് ഡെവലപ്പ് ചെയ്യുന്നത് ഇവർ വെറും 2.5 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തു. ഇതെല്ലാം ഇംപ്രസീവായിട്ട് നിൽക്കുന്നു. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോയിലോട്ട് വരാം. ഈ വീഡിയോ ടെസ്ല ബോട്ടിൻ്റെ ഹെഡ് ഓഫ് എഞ്ചിനീയറിംഗ് മിലാൻ കൊവാക്ക് പുറത്തു വിട്ടതാണ്. കഴിഞ്ഞ ഡിസംബറിലെ ലാസ്റ്റ് അപ്ഡേറ്റിന് ശേഷം അവർ ഈ കഴിഞ്ഞ 2.5 മാസം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഈ റോബോട്ടിൻ്റെ വാക്കിംഗ് സ്പീഡിൻ്റെ കാര്യത്തിൽ 30% സ്പീഡ് ബൂസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ ചിരി വന്നേക്കാം, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ നടക്കുന്ന പോലെയാണത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത് നടക്കുന്നത്. ബട്ട് ഈ ടീം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇലോൺ മസ്ക് ഏറെക്കുറെ തള്ളിയതല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ വിത്തിൻ ഒരു അടുത്ത 2 വർഷം കൊണ്ട് ഇതിൻ്റെ ഒരു ഫസ്റ്റ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് നമ്മൾ ചിലപ്പോൾ കണ്ടേക്കാം. ഇതൊരു വലിയ സംഗതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബോട്ടിക്സിൻ്റെ കാര്യത്തിൽ വലിയൊരു സംഗതി തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമനോയിഡ് റോബോട്ട്സുകളെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു പരിപാടിയല്ല. നമ്മൾ മനുഷ്യൻ്റെ ഒരു മിമിക്കിങ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടുള്ള സംഗതിയാണ്. നമ്മളെ തന്നെ എത്രമാത്രം വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ഒരു എൻജിനീയറിങ് മാർവലാണ്. നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇങ്ങനൊരു സാധനം ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റണ ഒരു പരിപാടിയാണ്. പക്ഷേ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തറ അടിച്ചു വരണം. അതിനായിട്ട് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഉണ്ടാക്കി അതിനെക്കൊണ്ട് അടിച്ചു വരുന്നതിനേക്കാൾ എന്തുകൊണ്ടും എളുപ്പം ഒരു വാക്വം റോബോട്ട് ഉണ്ടാക്കുന്നതാണ്. അതാണെങ്കിൽ ആ പർപ്പസ് തീരും. പർപ്പസ് ഡ്രിവൺ ആയിട്ടുള്ള റോബോട്ട്സാണ് ഇപ്പോൾ നമ്മൾ പൊതുവേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുണി അലക്കാനാണെങ്കിൽ ഒരു റോബോട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള ഡിസൈൻ ഉണ്ടാക്കത്തുള്ളൂ. അല്ലാണ്ട് ഹ്യൂമൻ ഫോമാറ്റിലുണ്ടാക്കി അതിനെക്കൊണ്ട് അലക്കിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പൊട്ട ഐഡിയ ആണ്. ഒത്തിരി എനർജിയും പോകും, ഭയങ്കര ഡിസൈൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടി. പക്ഷേ ഇങ്ങനെയുള്ള റോബോട്ടുകൾ ഉണ്ടാകുന്നതിനൊരു നല്ല വശമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് തൊട്ട് ഡ്രൈവ് ചെയ്യുന്ന കാർ തൊട്ടിട്ട് ലോകത്തിപ്പോൾ നമ്മൾ കാണുന്ന എല്ലാം തന്നെ ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം റോബോട്ട്സിനും ചെയ്യാൻ സാധിക്കും.
ഉദാഹരണത്തിന് ഇപ്പോൾ കാർ ഓടിക്കുക എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ഉണ്ട്, പക്ഷേ ഒരു റോബോട്ടിന് ഒരു പഴയ മാനുവൽ കാർ ഉപയോഗിക്കണമെങ്കിൽ അതിനുവേണ്ടി പർപ്പസ് ബിൽഡ് ആയിട്ടുള്ള റോബോട്ട് ഇല്ല. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഹ്യൂമനോയിഡ് റോബോട്ട് ആണെങ്കിൽ അതിന് ഏത് രീതിയിൽ വേണമെങ്കിലും അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക, ഇങ്ങനൊരു റോബോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മനുഷ്യന് കയറി ചെല്ലാൻ കഴിയാത്ത, എന്നാൽ മനുഷ്യൻ തന്നെ ചെല്ലേണ്ട ചില സാഹചര്യങ്ങളുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ രക്ഷാപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസിയുടെ കാര്യത്തിലോ ഒക്കെ. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള റോബോട്ടുകളുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതെങ്ങോട്ടൊക്കെയായിരിക്കും ഡെവലപ്പ് ആവുക? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു ഇൻഫോർമേഷനെ കുറിച്ച് നിങ്ങളുടെ ഒരു റെസ്പോൺസ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും അത് കമൻസിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളോട് എത്തുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, സൈനിങ് ഓഫ് ഫോർ നൗ.